നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാറ്റോ സഖ്യരാജ്യങ്ങളെ അടക്കം ഇനി അമേരിക്ക ആരെയും വെറുതെ അങ്ങ് പിന്തുണയ്ക്കില്ല. ഇറാൻ സംഘർഷത്തിൽ US നിലപാടുകളെ പിന്തുണയ്ക്കാത്ത സഖ്യകക്ഷികളെ വിലയിരുത്തുന്നതിനും അവർക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചു. അമേരിക്കയുടെ അടുത്ത സുഹൃത്തുക്കൾ, അതായത് നല്ല രാജ്യങ്ങൾ, അവരുടെ പട്ടിക പ്രത്യേകം വേർതിരിച്ച് അവർക്കൊപ്പം അമേരിക്ക നിൽക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. 3 യൂറോപ്യൻ നയതന്ത്രജ്ഞരെയും ഒരു US യുദ്ധ ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് പൊളിറ്റിക്കോ ആണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സഖ്യ അംഗങ്ങളെ അവരുടെ പ്രതിരോധ സംഭാവനകളുടെയും വിശാലമായ സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്ന പുതിയ നയതന്ത്രം. നാറ്റോ സഖ്യരാജ്യങ്ങളുടേതടക്കം പ്രതിരോധ ഭാരം അമേരിക്ക ഒറ്റയ്ക്ക് വഹിക്കില്ല. അതുകൊണ്ട് തന്നെ US ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്ന സഖ്യകക്ഷികൾക്ക് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുന്നു. ഇസ്രയേൽ, ദക്ഷിണ കൊറിയ, പോളണ്ട്, ജർമ്മനി, ബാൾട്ടിക്സ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന് അമേരിക്ക കരുതുന്നു. തങ്ങളുടെ മാതൃകാ സഖ്യരാജ്യങ്ങളായി ഇവരെ അമേരിക്ക കാണുന്നു. എന്നാൽ കൂട്ടായ പ്രതിരോധത്തിനും ഇപ്പോഴും തങ്ങളുടെ പങ്ക് നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നതുമായ സഖ്യകക്ഷികളെ എന്തിന് അമേരിക്ക ചുമക്കണം? ചിന്താഗതിയും പ്രവർത്തന ലക്ഷ്യവുമൊക്കെ സമാനമായിരിക്കണം. അല്ലാത്തവർ സഖ്യകക്ഷികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പാടില്ല. അമേരിക്കയോട് സഹകരിക്കാത്ത സഖ്യകക്ഷികളുടെ രാജ്യത്ത് നിന്ന് സൈന്യത്തെ മാറ്റുക എന്നതൊരു ഓപ്ഷനാണ്. പക്ഷേ അത് പ്രധാനമായും USനെ തന്നെ ബാധിക്കും. അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കൊപ്പം അമേരിക്ക എന്നും നിലയുറപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് സൈനികരുമായി അവരുടെ ദേശം പോലും നമ്മൾ സംരക്ഷിച്ചിരുന്നു. രാജ്യങ്ങൾ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലുടനീളം ഞങ്ങൾക്കൊപ്പം നിന്നില്ല. US സൈനിക നടപടികൾക്കും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചതിനുമൊക്കെ പിന്തുണ നൽകിയ പോളണ്ട്, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്ക ഇനിയും പിന്തുണ നൽകും. എന്നാൽ സ്പെയിൻ പോലെ മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ നിന്നു എന്നതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. വല്ലാത്തൊരു പതനത്തിലേക്കാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് വീണിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെച്ചിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യണമെങ്കിൽ 6 മാസത്തെ സമയം വേണമെന്നാണ് അമേരിക്ക കരുതുന്നത്. മിഡിൽ ഈസ്റ്റ് യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ അത്തരമൊരു പ്രവർത്തനം നടത്താനും കഴിയില്ല. അതുകൊണ്ട് ദീർഘകാലം ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ ഭീഷണി നിലനിൽക്കും. ലോകത്തിലെ എണ്ണയുടെ 20% ഈ നിർണായക വ്യാപാര പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പെൻറ്റഗണിൻ്റെ ഈ വിലയിരുത്തൽ ദീർഘകാല സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് വിരൽ ചൂണ്ടുന്നു. നവംബറിൽ അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ്, ഹോർമുസിന്റെ ദീർഘകാല അടച്ചുപൂട്ടൽ അമേരിക്കയിൽ രാഷ്ട്രീയമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഹോർമുസിന്റെ സുപ്രധാന ജലപാതയുടെ ഇരുവശങ്ങളിലുമായി ഏകദേശം 20-ലധികം മൈനുകൾ ഇതിനകം തന്നെ ഇറാൻ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. ചിലത് ബോട്ട് ഉപയോഗിച്ചും മറ്റുള്ളവ GPS ഗൈഡഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുമാണ് അവിടെ അവർ സ്ഥാപിച്ചത്. US സേനയ്ക്ക് അവ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഇറാൻ സ്ഥാപിച്ച മൈനുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യാനുള്ള ശേഷി ഇപ്പോൾ USന്റെ പക്കലില്ല എന്നും പെൻറ്റഗൺ സൂചിപ്പിക്കുന്നു. ജലപാതയിലൂടെ കൂടുതൽ ഗതാഗതം അനുവദിക്കുന്നതിൽ നിന്ന് ഇറാൻ മറ്റ് വാണിജ്യ കപ്പലുകളെ തടയാനുള്ള ഒരു മുഖ്യ കാരണം ഇതാണ്. കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയാൽ കപ്പലുകൾ അവ അനുസരിക്കാൻ നിർബന്ധിതരാകും. കാരണം കടലിൻ്റെ ഏതു ഭാഗത്താണ് മൈനുകൾ അവർ നിക്ഷേപിച്ചിരിക്കുന്നതെന്നറിയില്ല. മൈനുകൾ പൊട്ടിക്കാൻ ഏതെങ്കിലും തലത്തിൽ ഇറാൻ സേന ശ്രമിച്ചാൽ കപ്പലുകൾക്ക് വലിയ കേടുപാടുണ്ടാവുകയോ കപ്പൽ മുങ്ങിപ്പോവുകയോ ചെയ്യും. തുടക്കം മുതൽ ഹോർമുസ് കടലിടുക്കിലേക്ക് USന്റെ സഖ്യരാജ്യങ്ങൾ എത്തണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നതും ഇത്തരം ഭീഷണികൾ മുന്നിൽ കണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് നേരെ UK, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ മുഖം തിരിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു മുൻപ് അധികാരത്തിലിരുന്ന 3 അമേരിക്കൻ പ്രസിഡന്റുമാരോട് ഇറാനെ ആക്രമിക്കാനുള്ള യുദ്ധപദ്ധതിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നു. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ അവരൊക്കെ അത് നിഷേധിച്ചു. ഒടുവിൽ ആ യുദ്ധപദ്ധതി അംഗീകരിച്ചത് ഡൊണാൾഡ് ട്രംപ് മാത്രം. ഒബാമയോടും ബുഷിനോടും ബൈഡനോടും നെതന്യാഹു ഇത്തരമൊരു യുദ്ധപദ്ധതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സമാധാനപരമായ എല്ലാ വഴികളും അവസാനിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി അവർ അത് നിരസിച്ചു. ഇറാനിൽ ഭരണകൂടമാറ്റം എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് വിശ്വസിച്ചാണ് ഡൊണാൾഡ് ട്രംപിനെ യുദ്ധത്തിനായി നെതന്യാഹു സമ്മതിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2026 ഫെബ്രുവരി 11 നടന്ന ചർച്ചയിൽ ഇത് തനിക്ക് നല്ലതായി തോന്നുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കി. US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിന് ട്രംപ് പച്ചക്കൊടി നൽകുമ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു.
അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും നെതന്യാഹുവും തമ്മിൽ ഇതിനിടയിൽ പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തി. ഇത്തരമൊരു നീക്കമാണ് പെട്ടെന്ന് ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാനുണ്ടായ സാഹചര്യം. യുദ്ധമുഖത്തെത്തിയ അമേരിക്കയ്ക്ക് പക്ഷേ ഇതുവരെ ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറുവശത്ത് ഇറാന്റെ സൈനിക ശക്തി ഏറെക്കുറെ നാമമാത്രമാക്കി. ഇറാനിൽ ഇത് മഞ്ഞുവീഴ്ച കാലമായിരുന്നു. ഡിസംബർ മുതൽ മാർച്ച് വരെ ഇറാന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. പിന്നീട് മഴക്കാലം. ഇത്തരമൊരു ദുർഘടഘട്ടത്തിലാണ് ട്രംപ് ദീർഘകാല വെടിനിർത്തലിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ വരും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന സംശയവും ഇപ്പോൾ ബാക്കി. കഴിഞ്ഞ 6 ആഴ്ചകൾക്കുള്ളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ മിക്കവയും തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും മിസൈലുകൾ തുടുക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. US സെൻട്രൽ കമാൻഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതുവരെ ഇറാനിൽ നടത്തിയത് 13,000-ലധികം ആക്രമണങ്ങൾ. ഇസ്രയേൽ സ്വന്തമായി 4,000-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചു എന്നും US സെൻകോം പറയുന്നു. 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവസാന ദിവസങ്ങളിൽ പോലും ടെഹ്റാനിൽ ഇസ്രയേലും അമേരിക്കയും അതിശക്തമായ സ്ഫോടനങ്ങളാണ് നടത്തിയത്. യുദ്ധം ആരംഭിച്ച തൊട്ടടുത്ത ദിവസം ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്തത് 80 മിസൈലുകൾ. എന്നാൽ തുടർന്നുള്ള ആഴ്ചകളിൽ അത് 10 മുതൽ 20 വരെയായി കുറഞ്ഞു. പിന്നീട് ഏറ്റവും നാമമാത്രമായി. വരും വർഷങ്ങളിൽ ഇസ്രായേലിൻ്റെ സൈനിക പോരാട്ടം നാമമാത്രമാക്കി കുറയ്ക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഇരു കൂട്ടർക്കുമുണ്ട്. എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ മിസൈൽ ശേഖരം ദുർബലമാക്കി എന്നതൊഴിച്ചാൽ ഇപ്പോഴും അവശേഷിക്കുന്നു. അവരുടെ പല ഭൂഗർഭ മിസൈൽ ലോഞ്ചറുകളും ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. ഇറാന്റെ കൈവശം ഇപ്പോഴും 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് IDFിന്റെ കണക്കുകൂട്ടൽ. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇത് 2500-ലധികമായിരുന്നു. ഇപ്പോഴവരുടെ മിസൈൽ ശേഖരം ഉയർത്താനുള്ള കഴിവ് ഇറാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ 470-ലധികം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 60%-ലധികവും നശിപ്പിച്ചുവെന്നാണ് IDFിന്റെ കണക്ക്. ഏകദേശം 200 ലോഞ്ചറുകൾ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു. 80-ലധികം ഭൂഗർഭ സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള മിസൈൽ ലോഞ്ചറുകളുടെ കവാടങ്ങൾ ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർത്തിരുന്നു. 2025 ജൂണിൽ നടന്ന 12 ദിന യുദ്ധം ടെഹ്റാന്റെ 3000 ബാലിസ്റ്റിക് മിസൈലുകളുടെ പകുതിയും അന്നാണ് തകർത്തത്. അതിൽ 500 ലോഞ്ചറുകളിൽ 80% നശിപ്പിക്കപ്പെട്ടു എന്നതായിരുന്നു IDFിന്റെ കണക്ക്. യുദ്ധകാലത്ത് ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന് നൽകിയത് അവരുടെ ആയുധ നിർമ്മാണ വ്യവസായത്തിന് തന്നെ. ഇസ്രയേലിന് ഭീഷണിയായ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രധാന കേന്ദ്രങ്ങളും ആക്രമിച്ചു എന്ന് IDF പറഞ്ഞു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ ഇപ്പോൾ ഇത്തരമൊരു യുദ്ധം നടത്തിയില്ലായിരുന്നു എങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ഇറാൻ ഏകദേശം 8,000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം നിർമ്മിക്കുമായിരുന്നു. ഇത്രയും മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും ഇസ്രായേലിൽ വൻതോതിലുള്ളതും വ്യാപകവുമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റുമാരോട് ഇറാനെതിരെയുള്ള ഒരു യുദ്ധ പദ്ധതിയുമായി ബെന്യമിൻ നെതന്യാഹു നീക്കം തുടങ്ങിയത്. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളും യുദ്ധോപകരണ സംഭരണ സൗകര്യങ്ങളുമൊക്കെ ഭൂഗർഭ താവളങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ പൂർണ്ണമായും നശിപ്പിക്കുക പ്രയാസം. ഇത്തരം സന്ദർഭങ്ങളിൽ IDF ഒരു പ്ലഗിംഗ് ആക്രമണ രീതി ഉപയോഗിക്കുന്നു. ഭൂഗർഭ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം. ഒരു വശത്ത് ഇറാൻ ആണവ പദ്ധതി, മറുവശത്ത് വിശാലമായ ബാലിസ്റ്റിക് പദ്ധതി. ഇത്തരമൊരു ഭീഷണി മുന്നിൽ നിൽക്കവേ ആക്രമണമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെന്യമിൻ നെതന്യാഹുവും കണക്കുകൂട്ടി. മറുവശത്ത് യുദ്ധത്തെ വിമർശിച്ച് മാറി നിന്ന നാറ്റോ സഖ്യരാജ്യങ്ങളോട് ഇപ്പോൾ അമേരിക്ക വലിയ കോപത്തിലാണ്. ഇറാന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ റഷ്യയും ചൈനയുമൊക്കെ കണക്കറ്റ് മറുവശത്ത് അവരെ സഹായിക്കുന്നു. ഇന്ന് ട്രംപ് പറഞ്ഞത് മറ്റൊരു രസകരമായ സംഭവം. ചൈനയിൽ നിന്ന് ഇറാന് നൽകിയ ഒരു സമ്മാനം അമേരിക്ക പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പലിൽ നിന്ന് അമേരിക്ക കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ട്രംപും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങളൊരു കപ്പൽ പിടിച്ചു, അതിൽ ചില സാധനങ്ങളുണ്ട്, അതത്ര നല്ലതായിരുന്നില്ല. ചൈനയിൽ നിന്ന് ഇറാനുള്ള ഒരു സമ്മാനം, ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടുവെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെ ഒറ്റയടിക്ക് വെണ്ണീറാക്കുക അത്ര എളുപ്പമല്ല. എങ്കിലും അവരുടെ ആയുധശേഷി കുറയ്ക്കുന്നതിൽ അമേരിക്കയും ഇസ്രായേലും വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മേഖല ഇപ്പോൾ നിശ്ചലമായി നിൽക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനയുടെ പേരിൽ ഇറാൻ പുറത്തുവിടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ സന്ദേശങ്ങളെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മൊജ്തബ ഖമനെ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് അദ്ദേഹത്തിന് വധഭീഷണി ഉള്ളതുകൊണ്ട്.
മറുവശത്ത് ഇറാൻ ഭരണകൂടവും IRGCയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഓരോ ദിവസവും വർദ്ധിക്കുന്നു. വിള്ളലുകൾ വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഭരണകൂടത്തിൽ ഒരു ഏകോപനമുണ്ടായി അവർ ഒരുമിച്ചൊരു തീരുമാനം കൈക്കൊള്ളട്ടെ, ആ തീരുമാനവുമായി അവർ ചർച്ചാ മേശയിലേക്ക് വന്നാൽ മതി. അല്ലാതെ ഇറാൻ്റെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ വന്ന് എന്തെങ്കിലും ചർച്ച ചെയ്ത് മടങ്ങിയാൽ അതൊന്നും നടപ്പിലാകില്ല. ഇറാനിലെ ആഭ്യന്തര പ്രശ്നം അവസാനിപ്പിച്ച് അവർ ഏകോപനത്തോടെ ചർച്ചാ മേശയിലെത്തിയില്ല എങ്കിൽ ചർച്ചകളൊന്നും വിജയിക്കില്ല എന്ന് ട്രംപ് മനസ്സിലാക്കുന്നു. ട്രംപിൻ്റെ അടുത്ത കാർഡ് എന്ത് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് മറുവശത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.